എല്ലാവർക്കും സന്ധ്യാവന്ദനം. കാട്ടുമുത്തി എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വരും, കഥ കേൾക്കാം. പിറ്റേ ദിവസം ഉച്ചയോടെ ക്യാപ്റ്റനും സംഘവും ക്ഷേത്ര പരിസരത്തെത്തി. ഓരോ ഇഞ്ച് സ്ഥലവും സൂക്ഷ്മമായി പരിശോധിച്ചു. ജഡായു നിലത്തിറങ്ങിയും ചുറ്റുമുള്ള മരച്ചില്ലകളിൽ കയറിയിരുന്നും ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. ഡോക്സാരി ഓരോ മണവും മൂക്കിലേക്ക് വലിച്ചു കയറ്റി. തന്റെ തലച്ചോറ് കൊണ്ട് ഇനം തിരിച്ച് മനസ്സിലാക്കി. അമ്പലത്തിന്റെ ഭാഗത്തു നിന്നും പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നിൽക്കുകയായിരുന്ന ക്യാപ്റ്റനാണ് ആദ്യം അത് കണ്ടത്. പിന്നെ തുമ്പി നീട്ടി വിശദമായി തൊട്ടുനോക്കി. ഉടൻ ഡോക്സാരിയെയും ഫോക്സ്മാനെയും അടുത്ത് വിളിച്ചു. അവരും സൂക്ഷ്മമായി പരിശോധിച്ചു. പുഴയിലേക്കുള്ള വഴിയും അമ്പല പരിസരവും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. വലതുവശത്തെ കാട്ടിലേക്ക് പറന്നുപോയ ജഡായു കൊക്കിൽ എന്തോ സാധനവുമായി ക്യാപ്റ്റന്റെ മുമ്പിൽ പറന്നിറങ്ങി. അവർ 4 പേരും വലതുവശത്തുള്ള കാട്ടിലേക്ക് ഇറങ്ങി. അവിടെ മാകെ ചികഞ്ഞു നടന്ന ഡോക്സാരിക്കും ഫോക്സ്മാനും വ്യക്തമായ ചില സൂചനകൾ കിട്ടിയിരുന്നു. അവർ തിരിച്ചു നടന്നു. വന്ന വഴിയിലൂടെ പോകുന്നതിന് പകരം ഉൾക്കാട്ടിലേക്ക് നടന്നു. വഴിക്ക് കണ്ട കോവർ കഴുതകളോടും കലമാനുകളോടും ജഡായു ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ക്യാപ്റ്റനും അവരുടെ സംസാരം ശ്രദ്ധിച്ച് അടുത്ത് നിന്നിരുന്നു. മറ്റു 2 പേരും പാറക്കൂട്ടത്തിനടുത്ത് വിശ്രമിച്ചതേ ഉള്ളൂ. FBI ആണെന്ന് പറഞ്ഞാലും കാട്ടുനായയെയും കുറുക്കനെയുമെല്ലാം ആ സാധു മൃഗങ്ങൾക്ക് ഭയമായിരിക്കുമല്ലോ. അന്ന് കണ്ടെത്തിയ പുതിയ തെളിവുകളുമായി അവർ പിറ്റേന്ന് രാവിലെ യോഗം കൂടി. സാധ്യതകൾ വിശകലനം ചെയ്തു. യഥാർത്ഥ പ്രതിയിലേക്കെത്താൻ ഇനി അധിക സമയം വേണ്ട എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ക്യാപ്റ്റൻ മന്ത്രി മുഖ്യൻ വരയൻ കടുവയെ കാണാനെത്തി. അവർ തമ്മിൽ ദീർഘനേരം സംസാരിച്ചു. ഓക്കെ ക്യാപ്റ്റൻ, നമ്മൾ എടുക്കുന്നത് ഒരു വലിയ റിസ്ക് ആണ്. താങ്കൾക്ക് 100% ഉറപ്പുണ്ടോ? അതില്ലാതെ ഇത്തരം ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലിയതാണ്. എന്റെ മന്ത്രി മുഖ്യ സ്ഥാനം തന്നെ തെറിക്കാം. മൃഗരാജന്റെ മുഖത്ത് നോക്കാൻ തന്നെ പറ്റില്ല. ഉവ്വ് സർ, എനിക്കതറിയാം. എനിക്ക് ഉറപ്പ് തരാൻ. ക്യാപ്റ്റൻ അത് പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുമ്പ് ആകാശത്ത് ജഡായു പ്രത്യക്ഷപ്പെട്ടു. അവനൊരു പ്രത്യേക ശബ്ദത്തിൽ ചൂളം വിളിച്ചു. ക്യാപ്റ്റന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. തുമ്പിക്കൈ ഉയർത്തി ജഡായുവിനോട് താഴേക്ക് വരാൻ ആംഗ്യം കാട്ടി. ജഡായു തന്റെ ചിറകുകൾ വിടർത്തിപ്പിടിച്ച് കാറ്റിലുലയുന്ന പട്ടം പോലെ സമീപത്തുള്ള ഒരു പാറപ്പുറത്ത് വന്നിറങ്ങി. ഉടനെ താഴെ ക്യാപ്റ്റന് സമീപം വന്ന് മന്ത്രി മുഖ്യനെ വണങ്ങി. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ഇപ്പോൾ തരാൻ കഴിയും. 100% ഉറപ്പായി, ക്യാപ്റ്റൻ ജഡായുവിനെ തുമ്പിക്കൈ കൊണ്ട് തൊട്ടുകൊണ്ട് പറഞ്ഞു. മന്ത്രിമുഖ്യൻ ആകാംക്ഷയോടെ അവരിരുവരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. പറയൂ ജഡായു, നീ കണ്ടത് എന്താണ്? ക്യാപ്റ്റൻ തന്റെ സഹായിയോട് ആവശ്യപ്പെട്ടു. ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് വരുന്നത് പ്രഭു. ചെങ്കൽ കുന്നിനടുത്തുള്ള കുറ്റിക്കാടും പാറക്കെട്ടും നിറഞ്ഞ പ്രദേശത്ത് അവരുണ്ട്. അവിടെ നമ്മൾ അന്വേഷിക്കുന്നതും. ഇത്ര ദൂരം പറന്നു വന്നതിന്റെ കിതപ്പിനിടയിൽ ജഡായു പറഞ്ഞൊപ്പിച്ചു. എങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട. ക്യാപ്റ്റന് എത്ര പുലികളെ പട്ടാളത്തിൽ നിന്ന് സഹായത്തിന് വേണം? സർ, ഒരു ബറ്റാലിയൻ മതിയാകും. എലിഫന്റ് സ്ക്വാഡിലെ എന്റെ പഴയ സഹപ്രവർത്തകരെ കൂടെ വിളിക്കാം. ഒരാക്രമണം ഉണ്ടായാൽ നമ്മൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഞാൻ ഏർപ്പാടാക്കാം. എലിഫന്റ് സ്ക്വാഡിന്റെ കമാൻഡർക്കുള്ള സന്ദേശം ഇപ്പോൾ തന്നെ അയക്കാം. അവരുമായി ക്യാപ്റ്റൻ ബന്ധപ്പെടുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ടൈഗർ ഫോഴ്സിന്റെ നേതാവ് മേജർ ജഗൻ ഉടനെ എത്തും. നിങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിച്ചേരുക. ഞാൻ മൃഗരാജനെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ അറിയിച്ചിട്ട് വരാം. ഉച്ചയ്ക്ക് ശേഷം മന്ത്രി മുഖ്യന്റെ ഗുഹാമുഖത്ത് അവർ രഹസ്യ യോഗം ചേർന്നു. ആരും അവിടേക്ക് കടന്നു വരാതിരിക്കാൻ തന്റെ വ്യത്യസ്തരായ കാവൽക്കാരെ വരയൻ നിയോഗിച്ചിരുന്നു. ക്യാപ്റ്റൻ എല്ലാവരോടുമായി കാര്യങ്ങൾ വിശദീകരിച്ചു. കാട്ടുമുത്തിയുടെ അമ്പലത്തിലെ വിഗ്രഹമോഷണ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് എത്രയും വേഗം തെളിയിക്കപ്പെടണമെന്ന് അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ശരി ക്യാപ്റ്റൻ, എന്താണ് താങ്കളുടെ ആക്ഷൻ പ്ലാൻ?
എലിഫന്റ് സ്ക്വാഡ് ലീഡർ ജംബോ ചോദിച്ചു. ചെങ്കൽകുന്നും പരിസരവും നിറയെ മുൾച്ചെടികളും പാറക്കൂട്ടുകളും നിറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് നേരെ അവിടേക്ക് എത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു 10-15 പേർ പുഴയ്ക്കരികിലുള്ള കാട്ടുപാതയിലൂടെ കുന്നിന്റെ താഴ്വാരത്തിൽ നിരക്കണം. മേജർ ജഗൻ, തങ്ങളുടെ നേതൃത്വത്തിൽ 25 പേരുള്ള ബറ്റാലിയൻ ഇവിടുന്ന് നേരെ പാറക്കെട്ടുകൾ ചാടിക്കടന്ന് ചെങ്കൽകുന്നിന്റെ മുകളിലെത്തണം. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് താങ്കളുടെ ബറ്റാലിയന് ഈ കഠിന ജോലികളിൽ വേണ്ടത്ര പരിചയമുണ്ടെന്ന്. പിന്നെ താങ്കളുടെ കഴിവുറ്റ നേതൃത്വം കൂടിയാവുമ്പോ. ക്യാപ്റ്റൻ അവസരോചിതമായി മേജറിനെ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ മന്ത്രി മുഖ്യന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. ഷുവർ ക്യാപ്റ്റൻ, എന്റെ ബോയ്സ് ഏത് പ്രയാസമുള്ള ജോലികളും ഏറ്റെടുക്കാൻ പ്രാപ്തരാണ്. താങ്കൾ പറഞ്ഞോളൂ. പദ്ധതികൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ജംബോ ചോദിച്ചു, നമ്മൾ എപ്പോഴാണ് പുറപ്പെടേണ്ടത്? ഇന്ന് വൈകിട്ട് തന്നെ. ഇരുട്ടിന്റെ മറവ് നമുക്ക് അനുഗ്രഹമാണ്. പുഴയ്ക്കരികിലുള്ള വഴിയിലൂടെ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും. പോകുന്ന വഴിക്ക് നമ്മുടെ ഓപ്പറേഷൻ രീതി ഞാൻ വിശദീകരിക്കാം. മേജർ ജഗനും കൂട്ടരും അർദ്ധരാത്രിയോടെ പുറപ്പെടുക. എന്റെ അസിസ്റ്റന്റ് ഡോക്സാരിയും ഈ ജഡായുവും നിങ്ങൾക്ക് വഴി കാട്ടും. ചെങ്കൽകുന്നിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാൻ 2 വഴികളേ ഉള്ളൂ. നേരെ മുകളിലേക്ക് കയറുക, അല്ലെങ്കിൽ താഴെ പുഴയ്ക്കരികിലേക്ക് ഇറങ്ങുക. 2 വഴിയും നമ്മൾ സമർത്ഥമായി തടയുന്നു. ഓക്കെ, ക്ലിയർ? ക്യാപ്റ്റൻ പറഞ്ഞത് എല്ലാവരും ശരിവെച്ചു. പദ്ധതികളുടെ വിശകലനം നടത്തി ഓരോരുത്തരുടെയും സംശയങ്ങൾ ദൂരീകരിച്ച ശേഷം അവർ പിരിഞ്ഞു. ആനക്കൂട്ടത്തെ നയിച്ച് ക്യാപ്റ്റൻ പുഴയ്ക്കരികെ എത്തിയപ്പോഴേക്കും ഫോക്സ്മാൻ ഒരു വലിയ വലയുമായി എത്തിച്ചേർന്നു. അത് കൂട്ടത്തിലുള്ള ഒരാനയുടെ പുറത്തേറ്റിക്കൊണ്ട് അവർ യാത്രയായി. രാത്രിയോടെ മേജർ ജഗന്റെ സംഘവും കുന്നിന് മുകളിലെത്തി. കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആരോ കിടക്കുന്നതായി തോന്നി. ജഡായു ഡോക്സാരിയോട് എന്തോ പറഞ്ഞ ശേഷം മുകളിലേക്ക് ഉയർന്നു. ഒരു പൊട്ടുപോലെ ആകാശത്തെത്തിയ ശേഷം നേരെ കുന്നിൻ താഴേക്ക് പറന്നു. ഓഹോ, താഴത്തെ സ്ഥിതി എന്തായി എന്നറിയാനാണ്. മേജർ ജഗൻ തന്റെ കൂട്ടരെ 2 പേരുള്ള സംഘമായി വിഭജിച്ച് കുന്നിൻ മുകളിൽ പലയിടത്തായി വിന്യസിച്ചു. കുന്നിന്റെ മറ്റൊരു ഭാഗത്തായി ഫോക്സ്മാൻ തന്റെ കൂട്ടുകാരെ നിരത്തി നിർത്തിയിരിക്കുന്നതായി ഇരുട്ടത്തും ഡോക്സാരി കണ്ടെത്തി. അവർ പരസ്പരം അഭിവാദ്യം ചെയ്തു. എല്ലാവരും ഫൈനൽ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടും ആകാശത്ത് ജഡായു പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ താഴ്ന്നു പറന്ന് ഡോക്സാരിക്ക് സമീപമെത്തി ചിറകുകൾ ആഞ്ഞു കുടഞ്ഞു. പിന്നെ നേരെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഫോക്സ്മാന്റെ അടുത്തേക്ക്. അല്പനിമിഷം കഴിഞ്ഞ് ആ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കുറുക്കൻ ഓലിയിടുന്ന ശബ്ദം. പിന്നെ വേറൊരുത്തൻ, തുടർന്ന് പിന്നെയും ഒരുവൻ, തുടർന്ന് ഒരു കൂട്ടം. ആ സിഗ്നൽ ലഭിച്ച പട്ടാളക്കൂട്ടം അറ്റൻഷനായി. താഴെ ആനക്കൂട്ടവും റെഡിയായി. കുന്നിൻ ചെരുവിൽ പുൽക്കാട്ടിൽ വിശ്രമിച്ചിരുന്ന ഒരു കൂട്ടർ ചാടി എഴുന്നേറ്റു. അവർ ചുറ്റും നോക്കി. ആ തലകൾ കണ്ടപ്പോൾ മേജർ ജഗനും സംഘവും ഉറക്കെ ഗർജിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. അവിടെ തങ്ങിയിരുന്നവർ ധൃതിയിൽ കുന്നിറങ്ങി. പക്ഷെ രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമം ചെന്ന് അവസാനിച്ചത് ക്യാപ്റ്റനും കൂട്ടരും വിരിച്ച വലയിലാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആ വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടവർ മൃഗരാജന്റെ കൊട്ടാരത്തിനടുത്തുള്ള മൈതാനത്തേക്ക് ഒഴുകിയെത്തി. കുറച്ചു നേരം കൊണ്ട് അവിടം ഒരു മഹാസമുദ്രമായി മാറി. അല്പം കഴിഞ്ഞ് പാണ്ഡനാനയെ SI ചെമ്പന്റെ പോലീസ് സംഘം ഹാജരാക്കി. പക്ഷേ ഇത്തവണ ദേഹത്ത് മുൾച്ചങ്ങലയൊന്നുമില്ല. അല്പം ക്ഷീണമുള്ളതൊഴിച്ചാൽ. മന്ത്രി മുഖ്യനും മറ്റുള്ള മന്ത്രിമാരും എത്തി. ക്യാപ്റ്റനും ജഗനും ജംബോയും ഒരുമിച്ചാണ് വന്നത്. ക്യാപ്റ്റന്റെ മുഖത്ത് സ്വതസിദ്ധമായ ഒരു ചിരി ഉണ്ടായിരുന്നു. മന്ത്രി മുഖ്യൻ വരയൻ കടുവ മൃഗരാജൻ ആഗതനാകുന്ന വിവരം അറിയിച്ചു. അവിടെ കൂടിയിരുന്ന മൃഗങ്ങളെല്ലാം അക്ഷമരായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം: ആരാണ് യഥാർത്ഥ പ്രതി? കാട്ടുമുത്തിയുടെ വിഗ്രഹം കട്ടതാര്? ക്യാപ്റ്റനും സംഘവും കണ്ടെത്തിയ സത്യം എന്താണ്? അല്പനിമിഷം സിംഹരാജൻ തന്റെ ഗുഹ കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ മൃഗങ്ങളും രാജനെ താണു വണങ്ങി. രാജൻ എല്ലാവരെയും ഒന്ന് കടാക്ഷിച്ച് ഗാംഭീര്യത്തോടെ തന്റെ ഇരിപ്പിടത്തിൽ അമർന്നു. മന്ത്രിമുഖ്യനെ നോക്കി. വരയൻ കടുവ എഴുന്നേറ്റു. മൃഗസഹോദരങ്ങളെ,
കാടുവാഴും സിംഹരാജന്റെ പ്രജകളെ, നമ്മളെല്ലാവരെയും കഴിഞ്ഞ ഒരാഴ്ചയായി സങ്കടത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തിയിരുന്ന ആ സംഭവത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അമ്പലത്തിലെ പൂജാരി പാണ്ഡനാനയാണ് മോഷണത്തിന് പിന്നിൽ എന്നാരോപിച്ച് SI ചെമ്പൻ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ മൃഗരാജന്റെ നിർദ്ദേശപ്രകാരം FBI ടീം ക്യാപ്റ്റൻ ആനയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കാട്ടുമുത്തിയുടെ വിഗ്രഹം മോഷ്ടിച്ചത് ആനത്തിരുമേനിയായ പാണ്ഡനല്ല. ദാ ഇവരാണ് ഈ കാട്ടുകള്ളന്മാർ. പുറകിലുള്ള വലിയ തേക്കുമരത്തിന്റെ ഭാഗത്തു നിന്നും ജഗന്റെ ബറ്റാലിയൻ മാർച്ച് ചെയ്ത് മുന്നോട്ട് വന്നു. അവർ കാട്ടുവള്ളികൾ കൊണ്ട് ബന്ധിച്ച 2 പുള്ളിപ്പുലികളും. അവരുടെ കയ്യിൽ കാട്ടുമുത്തിയുടെ വിഗ്രഹമുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട മൃഗങ്ങൾ ആർത്തു വിളിച്ചു. അവർക്കറിയാവുന്ന രീതിയിൽ നാമം ജപിച്ചു. കിളികളും കുയിലുകളും ഉറക്കെ പാടി. ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേർന്ന വിവരം ഈ കേസ് സമർത്ഥമായി അന്വേഷിച്ച SBI തലവൻ ക്യാപ്റ്റൻ തന്നെ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ക്യാപ്റ്റൻ മുന്നോട്ട് കയറി. ആദ്യം മൃഗരാജനെയും പിന്നെ മന്ത്രി മുഖ്യനെയും വണങ്ങി. പിന്നെ തിരിഞ്ഞു നിന്ന് അവിടെ കൂടിയിരുന്നവരെയും. ശബ്ദം ശരിയാക്കി സാവധാനം പറഞ്ഞു തുടങ്ങി. ഈ കേസ് ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ പൂജാരി ആനയല്ല പ്രതിയെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ പാണ്ഡന്റെ അറിവോടുകൂടി മറ്റു വല്ലവരും ആയിരിക്കുമോ എന്ന് സംശയിക്കാതിരുന്നുമില്ല. പക്ഷേ ആന തിരുമേനിയുടെ കുടുംബ പശ്ചാത്തലവും സൽസ്വഭാവവും മറ്റു മൃഗങ്ങളുടെ മൊഴിയും ഈ സംശയം അകറ്റി. SI ചെമ്പൻ പാണ്ഡനാനയെ പട്ടിണിക്കിട്ട് അവശനാക്കുകയായിരുന്നു. കുരങ്ങച്ചാരെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചും കള്ളമൊഴി പറയിപ്പിക്കുകയായിരുന്നു. കൂടാതെ വൈകിട്ട് പാണ്ഡനെ അമ്പലത്തിന്റെ സമീപത്ത് കണ്ടിരുന്നു എന്ന ഒറ്റക്കണ്ണൻ കുറുക്കന്റെ മൊഴിയും കളവാണ്. ചെമ്പൻ പോലീസിന്റെ സ്ഥിരം കള്ളസാക്ഷികളിൽ ഒരാളാണ് ആ കള്ളക്കുറുക്കൻ. പാണ്ഡനല്ലെങ്കിൽ പിന്നെ ആര് എന്നതായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. മോഷണം നടന്നതിന്റെ തലേന്ന് പാണ്ഡൻ ബൈസൺ കാളയുടെ കൈതച്ചക്കത്തോട്ടത്തിൽ ചെന്നതിനും അവിടെ നിന്ന് ചക്കിയുമായി കുന്നുകയറി പോയതിനും ധാരാളം ദൃക്സാക്ഷികളുണ്ട്. രാത്രി തിരിച്ച് കുന്നിറങ്ങി അമ്പലത്തെത്തി മോഷണം നടത്താനുള്ള സാധ്യത വിരളമാണ്. പോരാത്തതിന് പാണ്ഡനെ പോലെയുള്ള ഒരാന രാത്രി ആ വഴിക്ക് വന്നാൽ ചുറ്റും താമസിക്കുന്ന ജീവികൾ അറിയും. കേട്ടുകൊണ്ടിരുന്ന മൃഗങ്ങളെല്ലാം അത് തലകുലുക്കി സമ്മതിച്ചു. ക്യാപ്റ്റൻ തുടർന്നു. ഞങ്ങൾക്ക് 2 സുപ്രധാന തെളിവുകളാണ് അമ്പല പരിസരത്തു നിന്നും കിട്ടിയത്. കൂടാതെ ഇരുട്ടിലും ഉറങ്ങാതിരുന്ന ഒരാളുടെ മൊഴിയും. ഡോക്സാരി കയ്യിൽ കരുതിയിരുന്ന ഒരു പൊതി ക്യാപ്റ്റന് കൈമാറി. ഇതാ ഈ നീണ്ട രോമങ്ങൾ. ഇത് ആ അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. കയ്യിലുള്ള വലിയ ഇല ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്പലത്തിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നിന്നും കിട്ടിയ കാൽപ്പാടുകളാണ്. തലേന്ന് രാത്രി നല്ല മഴ പെയ്തതുകൊണ്ട് ചെളി കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഇതിൽ ചില കാൽപ്പാടുകൾ കൂടുതൽ അമർന്നും ചിലത് സാധാരണ പോലെയും കാണപ്പെട്ടു. ഭാരമുള്ള എന്തെങ്കിലും വസ്തുവുമായി നടന്നു നീങ്ങുമ്പോൾ സ്വാഭാവികമായും നാൽക്കാലികളുടെ മുൻകാലുകളിൽ കൂടുതൽ ബലം അനുഭവപ്പെടും. ഈ രോമങ്ങളും ഈ കാൽപ്പാടുകളും ഒരു പുലിയുടേതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പാദങ്ങളുടെ എണ്ണം നോക്കിയപ്പോൾ 2 പുലികൾ ഉണ്ടായിരിക്കും എന്നും അതിൽ ഒരുവന്റെ കയ്യിൽ ഭാരമുള്ള എന്തോ ഒന്ന് ഉണ്ടായിരിക്കാമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. തുടർന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടിയത്. അമ്പലത്തിന്റെ കിഴക്കേ കാട്ടിൽ താമസിക്കുന്ന നമ്രമുഖി മൂങ്ങയിൽ നിന്ന്. കഴിഞ്ഞ 2-3 ദിവസമായി ആ കാട്ടിൽ 2 പുള്ളിപ്പുലികൾ തങ്ങുന്നുണ്ടായിരുന്നു എന്ന വിവരം. വിഗ്രഹമോഷണം പോയതിന്റെ തലേ രാത്രി മഴ പെയ്തൊഴിഞ്ഞപ്പോൾ അവർ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത് രാത്രി ഉറങ്ങാതിരുന്ന നമ്രമുഖി കണ്ടിരുന്നു. പിന്നീട് അവർ ആ ഭാഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നും അവൾ പറഞ്ഞു. തുടർന്ന് പുഴയ്ക്കരികിലൂടെ മണം പിടിച്ചുപോയ എന്റെ സഹപ്രവർത്തകൻ ഡോക്സാരിക്കു ചെങ്കൽക്കുന്നിന്റെ താഴ്വാരം വരെ ആ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു. അവിടുന്ന് മുകളിലേക്ക് നിറയെ പാറക്കൂട്ടമാണ്. ഈ സമയം ഫോക്സ്മാൻ മറ്റൊരു വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ചെങ്കൽക്കുന്നിന്റെ മറുവശം കുറുക്കൻകാട് എന്ന സ്ഥലമാണ്. മോഷണം തൊഴിലാക്കിയ തെമ്മാടി കുറുക്കന്മാരാണ് അവിടെ താമസം. നല്ല കൂട്ടരല്ലെങ്കിലും ചിലപ്പോഴൊക്കെ അവർ ഞങ്ങളുടെ അന്വേഷണത്തിന് സഹായകരമായ ചില വിവരങ്ങൾ തരാറുണ്ട്. ആ കുന്നിൻ ചെരുവിലെ പാറകൾക്കിടയിൽ 2 പുള്ളിപ്പുലികൾ എന്തോ സാധനം കൊണ്ടുവയ്ക്കുന്നതായി അവരിൽ ചിലർ കണ്ടിരുന്നു. ഭയം കാരണം അവർ പക്ഷെ അങ്ങോട്ടേക്ക് അടുക്കാറില്ലായിരുന്നു.
എന്നാൽ ആകാശം തൊട്ടു പറക്കുന്ന ഈ ജഡായു തന്റെ സൂക്ഷ്മ നേത്രങ്ങളാൽ അവരെ കണ്ടെത്തി. അവർ പാറക്കൂട്ടത്തിനിടയിൽ വച്ചിരുന്ന മുത്തിയുടെ വിഗ്രഹവും, അമ്പലത്തിൽ തൊഴാൻ സ്ഥിരമായി വരുന്നവരാരും ഇങ്ങനെ രണ്ട് പുള്ളിപ്പുലികൾ അവിടെ വന്നതായി പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ സമീപത്തുള്ള കാട്ടിൽ അവർ തങ്ങിയത് മോഷണത്തിനുള്ള സമയവും സന്ദർഭവും ഒത്തുവരുവാനായിരുന്നു. കനത്ത മഴ പെയ്ത ആ രാത്രി തന്നെ അവർ അതിന് തിരഞ്ഞെടുത്തു. ഈ വിവരം ഞാൻ മന്ത്രി മുഖ്യനോട് സംസാരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം എലിഫന്റ് സ്ക്വാഡിനെയും മേജർ ജഗന്റെ നേതൃത്വത്തിൽ പുലിപ്പട്ടാളത്തെയും ഇറക്കിയാണ് ഈ പ്രതികളെ പിടികൂടിയത്. മേജർ ജഗന്റെയും എലിഫന്റ് സ്ക്വാഡ് കമാൻഡർ ജംബോയുടെയും സേവനം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു നിർത്തി. ഈ പുള്ളിപ്പുലികൾ വിഗ്രഹം കെട്ടത് എന്തിനായിരിക്കും? മന്ത്രി മുഖ്യൻ ആകാംക്ഷ അടക്കാനാകാതെ ചോദിച്ചു. നമ്മുടെ കാടിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം കാട്ടുമുത്തിയുടെ സാന്നിധ്യമാണെന്ന് ജ്യോത്സ്യൻ സിംഹമുനി കുരങ്ങൻ പറയുന്നത് ഇവർ കേട്ടിരുന്നു. ആ വിഗ്രഹം തട്ടിയെടുത്ത് കൈവശം വച്ചാൽ ഈ ഐശ്വര്യമെല്ലാം അവരുടെ കാൽക്കീഴിലാകുമെന്നും അങ്ങനെ മഹാനായ സിംഹരാജന്റെ സിംഹാസനം തട്ടിയെടുക്കാമെന്നുമാണ് ഈ മണ്ടന്മാർ കരുതിയത്. വെൽഡൻ ക്യാപ്റ്റൻ, സിംഹരാജൻ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഈ കാടിനെ മാത്രമല്ല നമ്മുടെ രാജവംശത്തിനെ കൂടെയാണ് രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ഹാർദവമായ അഭിനന്ദനങ്ങൾ. നീണ്ടുനിന്ന കരഘോഷത്തോടെയാണ് ശ്വാസമടക്കി പിടിച്ചിരുന്ന പക്ഷിമൃഗ സഞ്ചയം ഇതെല്ലാം കേട്ടു തീർത്തത്. വീണ്ടെടുത്ത മുത്തിയുടെ വിഗ്രഹം പാണ്ഡനാനയുടെ പുറത്തേറ്റി ഒരു വലിയ ഘോഷയാത്രയായി അവർ അമ്പലത്തിലേക്ക് നടന്നു. കാടിന്റെ അന്തസ്സും ഐശ്വര്യവും വീണ്ടെടുത്ത സന്തോഷത്തോടെ പുറത്തേക്ക് നടക്കുകയായിരുന്ന ക്യാപ്റ്റൻ മരത്തിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന ശിക്കാരിയെ കണ്ടു നിന്നു. ചമ്മിയ മുഖത്തോടെ ശിക്കാരി ക്യാപ്റ്റനെ നോക്കി. പുലിമുരുകന് ഞാനൊരു തേങ്ങ ഉടയ്ക്കട്ടെ ശിക്കാരി സാറേ? ക്യാപ്റ്റന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മുഖം താഴ്ത്തി ശിക്കാരി സ്ഥലം വിട്ടു. ക്യാപ്റ്റന്റെ മസ്തകത്തിൽ ഇരിപ്പുറപ്പിച്ച ജഡായുവിന് തന്റെ തുമ്പിക്കൈയിൽ ഇരുന്ന ഒരു മാമ്പഴം നൽകിക്കൊണ്ട് ക്യാപ്റ്റൻ ഡോഗ്സാരിയോടും ഫോക്സ് മാനോടുമൊപ്പം നടന്നകന്നു. ഇതോടെ കാട്ടുമുത്തി എന്ന കഥ അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.